എനിക്ക് ഇതുകൊണ്ട് എനിക്ക് ഈ ഒരു സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. അറിയാൻ മേലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കിന് ഒരാൾ പറഞ്ഞു തരാനുണ്ടെന്നുള്ള ഒരു ഇത് നമുക്കുണ്ട്, ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കില് നമുക്കൊരു ധൈര്യം ഇതുണ്ട്. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അടിപൊളി. എങ്ങനെയുണ്ട് നാട്ടില് മഴയൊക്കെ എങ്ങനെ? നാട്ടിലെ ഇവിടെ ഇന്ന് നല്ല തെളിച്ചമാ. ഇന്ന് നല്ല വെയിലാണ്. ഓക്കെ. ഇന്നലെയാണെങ്കിലും ചെറിയ വെയിലൊക്കെ ചെറിയ മഴയുണ്ടായിരുന്നു ഇന്നലെയൊക്കെ. കഴിഞ്ഞ അത് ശരി. ദിവസങ്ങളൊക്കെ മഴയായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അവിടെ എങ്ങനെയുണ്ട്? അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഇന്ന് എന്തോ സൂര്യൻ ഉണ്ട് എന്ന് അറിയിക്കാനാ തോന്നുന്നു. കുറച്ചൊരു വെളിച്ചൊക്കെ കാണുന്നുണ്ട്. ആണല്ലേ? ഇപ്പൊ വയനാട്ടിലെ വലിയ ഇതായിപ്പോയല്ലേ, വലിയ സംഭവമായി പോയല്ലേ അവിടെ. അതെ 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 അതെ. ആരുടെ കയ്യിൽ നിൽക്കാത്തൊരവസ്ഥയായി പോയി. അതെ അതെ അതെ, കറക്റ്റ്. ഓക്കെ. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു കോഴ്സ് എങ്ങനെ? കോഴ്സ് കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഇച്ചിരി ടൈം എടുക്കുന്നുണ്ട് അതിലേക്കൊന്ന് ആയി വരാനായിട്ട്. കുഴപ്പമില്ല. അത് ഓരോരാൾക്ക് ഓരോ ഞാനിങ്ങനെ പ്രാക്ടീസ് രീതിയിലല്ലേ. ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഓൾ ടുഗദർ എങ്ങനെ ഉണ്ടായിരുന്നു ട്രൂസെൻസിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട്? ഇപ്പൊ ഒരുപാട് കോഴ്സുകൾ ഉണ്ടാവും പുറത്ത്, ഇഷ്ടം പോലെ കോഴ്സുകളോ കാര്യങ്ങളോ അതെ ഉണ്ട്. അതെ എന്ത് അതെ. തോന്നുന്നുണ്ട് ട്രൂസെൻസിനെ പറ്റിയിട്ട്? എനിക്ക് മെയിനായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നമ്മളുടെ ആ ആളുകളുടെ എണ്ണം ഒരു ഇതുണ്ട്. എനിക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു ഇത് കാണിക്കുന്നുണ്ട്. നമ്മളൊരു ഓക്കെ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. അത് തന്നെ ഒരു ഓക്കെ വലിയൊരു കാര്യമാണ്. ഇപ്പൊ ഓക്കെ അബിയുടെ അടുത്താണെങ്കിലും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചോദിച്ചാലും എല്ലാം നമ്മൾ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ എനിക്ക് റിപ്ലൈ കിട്ടുന്നുണ്ട്. അതെ അതെനിക്കൊരു അതെ. വലിയൊരു സന്തോഷമുണ്ട്. ഓക്കെ ഓക്കെ അങ്ങനെ. ഓക്കെ പിന്നെ ഇത് കുറെ കാര്യങ്ങൾ എന്റെ ഒരു ഇതാണ്. ഞാന് വളരെ സ്ലോ ആണ്. അപ്പം ആ, എനിക്ക് ഇതിലേക്കൊന്ന് ആയി വരാനായിട്ട് ഇച്ചിരി ടൈം എടുക്കുന്നുണ്ട്. ഞാന് ഉം. അതേ ഉള്ളൂ. അറിയാൻ മേലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കിന് ഒരാൾ പറഞ്ഞു തരാനുണ്ടെന്നുള്ള ഒരു ഇത് നമുക്കുണ്ട്, ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കില് നമുക്കൊരു ധൈര്യം ഇതുണ്ട്. നമുക്കൊന്ന് ഡെഫിനറ്റ്ലി. നോക്കാം തോന്നും. എനിക്ക് തോന്നുന്നു ഇപ്പൊ. നല്ലത്. പിന്നെ ഞാന് അതുപോലെ തന്നെ മറ്റേ നമുക്കിപ്പോ ചുമ്മാ വെറുതെ ഒരു റേറ്റിംഗ്സ് ചോദിച്ചാൽ ട്രൂസെൻസിന് 10 ഔട്ട് ഓഫ് എത്ര മാർക്ക് കൊടുക്കാൻ മനസ്സുകൊണ്ട്? ഞാന് 10 ഞാൻ കൊടുക്കാം. അതില് എനിക്ക് സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. അതായത് ഒരുപാട് ആൾക്കാർക്കുള്ള സംശയമാണ്. ഒരുപാട് കോഴ്സുകൾ കേരളത്തിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരാൾ പോലും മര്യാദക്ക് സപ്പോർട്ട് കൊടുക്കുന്നില്ല. സത്യം പറഞ്ഞാൽ നമുക്കറിയാം. നമുക്ക് ഒരിക്കലും അത് പറയാൻ വേണ്ടി പാടില്ല. ഒരാളെ പോലും നമ്മൾ മോശം എല്ലാവരും നല്ല കാര്യങ്ങൾ തന്നെ ചെയ്യുന്നത്. എല്ലാവരും അവനവനെ കൊണ്ട് ചെയ്യുന്ന പോലെ പരമാവധി സർവീസസ് കൊടുക്കുന്നുണ്ട്. നമ്മളും നമ്മുടെ ഏറ്റവും പീക്ക് ലെവലിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ റിവ്യൂസ് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പം തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ റിവ്യൂസ് ഒരിക്കലും മാനിപ്പുലേറ്റഡ് ആകരുത്. ട്രൂസെൻസ് നമ്മൾ കൊടുക്കുന്ന സർവീസ് പോലെ തന്നെ നമ്മുടെ റിവ്യൂസും ജെനുവിൻ ആയിരിക്കണം. എന്തായാലും ഇത്രയാണ് ഈ ഒരു സെഷൻ ഉള്ളത്. അന്ന് അഭിയാന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, നമ്മൾ ഇങ്ങനെ സ്റ്റുഡൻസിനെ പറ്റിയ ഡീറ്റെയിൽ ഒക്കെ പറയാൻ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ഇന്നൊരു സ്റ്റുഡന്റ് ഉണ്ട്, ആള് പക്ഷെ ഭയങ്കര ഹാപ്പി. എന്റെ അടുത്ത് പറഞ്ഞു രാവിലെ തന്നെ ആൾക്ക് സൂം സെഷൻ കൊടുക്കണം. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അന്നത്തെ ദിവസം ഫുൾ ഹാപ്പി ആയിരിക്കും ബ്രോ എന്ന് പറഞ്ഞു എന്റെ അടുത്ത്. ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് ഇതുകൊണ്ട് എനിക്ക് ഈ ഒരു സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. പിന്നെ വേറൊന്ന്, ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഇപ്പം ട്രൂസെൻസിന്റെ നമ്മുടെ ഈ കോഴ്സ് 50,000 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഓവർ പ്രൈസ് അല്ലേ കാര്യങ്ങളല്ലേ. സത്യം പറഞ്ഞാൽ ഈ ഒരു അറിവ്, ഈ ഒരു കാര്യങ്ങള്, ഈ ഒരു സപ്പോർട്ടൊക്കെ വെച്ചിട്ട് ഇത് അനുഭവിച്ച ഒരു വ്യക്തി എന്നുള്ള ലെവലില് ചേട്ടൻ എന്താ പറയാനുള്ളത്? നമുക്ക് ഇതിനകത്ത് ഞാൻ ഞാൻ കണ്ടതെന്ന് വെച്ചാല് നമുക്കൊരു ഇൻഡിവിജ്വൽ ആയിട്ട് ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കുന്നു. മറ്റ് പല ഞാൻ ഇതിനു മുമ്പ് ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തു. പക്ഷെ അതില് 200 പേരൊക്കെയാണ് നമ്മളൊരു ഒരു ടൈമിൽ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പറയുന്ന ആ ആ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഡൗട്ട്സ് അവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഓ നമ്മള് മെന്ററെ കോൺടാക്ട് ചെയ്താൽ പോലും നമുക്ക് റെസ്പോൺസ് വളരെ കുറവാണ് നമുക്ക്. പക്ഷെ ഇവിടെ എനിക്ക് മെയിനായിട്ട് ഞാൻ അബിയാണല്ലോ എപ്പോഴും ഞാൻ കോൺടാക്ട് ചെയ്യുന്നത്. അതെ. ഞാൻ ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. എന്ത് ചോദിച്ചാലും പുള്ളി അതിന് മറുപടി എനിക്ക് തരുന്നുണ്ട്. ഓക്കെ അപ്പൊ എനിക്ക് ഓക്കെ ഓക്കെ. കോൺഫിഡൻസ് ഉണ്ട്. എനിക്ക് ഇച്ചിരി മുന്നോട്ട് എനിക്ക് എന്നാ വെച്ചാൽ എനിക്ക് ടൈം എടുക്കും. അപ്പൊ അതുകൊണ്ട് ഇച്ചിരി മുന്നോട്ട് പോയാലും എനിക്ക് ഇതിൽ നിൽക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതേ ഉള്ളൂ. അപ്പൊ ഫോറക്സ് ട്രേഡിംഗിൽ ഇറങ്ങി കളിക്കാനുള്ള ഒരു ധൈര്യം ആയി വരുന്നു എന്നർത്ഥം. ഞാൻ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഇതിലേക്ക് ചെയ്യുന്നത്. ഈ ഒരു ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. വളരെ നല്ല അതുകൊണ്ട് കാര്യം. എന്തായാലും എനിക്കിപ്പോ ഇങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് നിൽക്കാമെന്ന്. തീർച്ചയായും എനിക്കൊരു തീർച്ചയായും സപ്പോർട്ട് സപ്പോർട്ട് വേണം. തീർച്ചയായും ഉണ്ട്. ഇത്രയും സമയം അതെ. നിന്നിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവല്ലോ.
ഉറപ്പായിട്ടും, ഉറപ്പായിട്ടും. പിന്നെ ഒരുപാട് ആൾക്കാര് ഇപ്പം നമ്മളെ പുറമേ നിന്ന് നോക്കി കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ തേർഡ് പേഴ്സൺ ആയിട്ട്. ഇപ്പം നിങ്ങളാണെങ്കിൽ ഇപ്പം ഉം. നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ആണ്. നമ്മൾ എന്താണ് കൊടുക്കുന്ന സർവീസ് എന്ന് കൃത്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ പുതിയതായിട്ട് ഈ ഒരു കോഴ്സിനെ നോക്കി കാണുന്നവരോട്, അപ്പൊ ചില ആൾക്കാർ സംശയത്തിന്റെ ദൃഷ്ടിയോടെ നോക്കാം, പക്ഷെ ഇതൊക്കെ ഉള്ളത് തന്നെയാണോ? ചില ആൾക്കാർ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് വരാം. ചില ആൾക്കാർ ഒരുപാട് കോഴ്സുകളെ കമ്പയർ ചെയ്തിട്ട് ഇവിടത്തേക്ക് വരാം. സോ എല്ലാ ആൾക്കാരുടെ അടുത്തും ഉം. നമ്മുടെ സർവീസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എന്തായിരിക്കും ഏട്ടന് പറയാനുണ്ടാവുക? എനിക്ക് ഇതിനകത്ത് കൂടുതലായിട്ട് കണ്ട ഇതാണ്, ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ എല്ലാവർക്കും എനിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ. ആ ഒരു സപ്പോർട്ട് എനിക്കുണ്ട്. അതാണ് ഞാൻ ഇവിടെ മെയിനായിട്ടും കണ്ട ഒരു കാര്യം മറ്റുള്ളതിനെക്കാട്ടിലും എനിക്കിവിടെ കാണാൻ പറ്റിയത്. സപ്പോർട്ട് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. സപ്പോർട്ടുണ്ട്, സപ്പോർട്ടുണ്ട്. ഗുഡ് അത് ഗുഡ് ഗുഡ് ഗുഡ്. പിന്നെ എനിക്ക് നമ്മളിപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് അയക്കാൻ പറഞ്ഞാലോ, ഉടനെ തന്നെ എനിക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യം അതാണ് എനിക്ക് ഏറ്റവും നമുക്ക് വേണ്ടതും അതാണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് തീർച്ചയായും വേണ്ട ഒരു കാര്യം അതാണ്. തീർച്ചയായും തീർച്ചയായും. എനിക്കൊരു എനിക്കിപ്പോ ഒരു എന്റെ മനസ്സിൽ തോന്നുന്നുണ്ട് എനിക്കിത് ഞാൻ എന്താന്ന് വെച്ചാല് ഞാൻ ഇതിനുവേണ്ടി കുറച്ച് നാളായിട്ട് ഇതിന് ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഏഹ് ഇന്ന് വരെ വലിയ ട്രേഡുകളൊന്നും ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും ഇനി ഇതൊന്ന് ചെയ്യാലോ. പഠിച്ച് ചെയ്യണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാന് ഇതിലായിരുന്നു ചെയ്തത്. അവന്റെ സ്റ്റോക്ക് സ്വിംഗ് ട്രേഡാ ഞാൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഇപ്പൊ ഇങ്ങനെ ഒരു ട്രൂസെൻസിന്റെ ഇത് കണ്ടപ്പോഴത്തേക്കിന് ചുമ്മാ ഒന്ന് ഫോറക്സ് ഒന്ന് നോക്കാം എന്നിങ്ങനെ എന്റെ മനസ്സിൽ തോന്നിയത്. അപ്പം എടുത്ത തീരുമാനം എന്തായാലും നന്നായി അല്ലേ? കുഴപ്പമില്ല. എനിക്ക് അങ്ങനെ സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് നേരത്തെ ഒരിടത്ത് പോയി അവിടെ എനിക്ക് സപ്പോർട്ടൊന്നും ഇല്ല. നമുക്ക് ഓക്കെ. ചോദിച്ചാൽ മറുപടി കിട്ടാൻ വലിയ താമസം. അപ്പൊ അത് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ് അങ്ങനെ വരുമ്പോഴത്തേന്. ഓക്കെ പക്ഷെ ഇവിടെ ഓക്കെ എനിക്ക് ആ ഓക്കെ ഒരു പ്രശ്നമില്ല. അപ്പൊ ഓക്കെ അതിന് ഞാൻ ഓക്കെ. ഹാപ്പിയാ. ഓക്കെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പോ എന്തായാലും നേരിട്ട് കാണാൻ പറ്റിയ ഒരു സന്തോഷം. ഇനിയും താങ്ക് യു. പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ വീഡിയോ എടുത്ത് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുക. എടുത്ത പ്രോഫിറ്റിന്റെ ഒക്കെ ഉറപ്പായിട്ടും, എന്തെങ്കിലും സംശയങ്ങളോ ഉറപ്പായിട്ടും, കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ആയിട്ട് മാത്രം മുന്നോട്ട് പോവാം. നമ്മൾ ഉണ്ടാവും കൂടെ തന്നെ. എന്തായാലും നല്ലൊരു ട്രേഡർ ഉറപ്പായിട്ടും. ആയിട്ട് നമുക്കിനി ഫേസ് ടു ഫേസ് കാണാം. അടുത്ത താങ്ക് യു. കാണലാവുമ്പോഴത്തേക്ക് ആ രീതിയിൽ എത്തട്ടെ. അതെ, അതെ. ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് അത് തന്നെ പ്രാർത്ഥന. തീർച്ചയായും തീർച്ചയായും ഒക്കെ സംഭവിക്കട്ടെ. എന്തായാലും താങ്ക് യു സോ മച്ച്. എന്തായാലും ഒന്ന് ചോദിക്കാൻ മറക്കല്ല കേട്ടോ. ശരി എന്നാ. ഉറപ്പായിട്ടും. ഓക്കെ. വെൽക്കം.